നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തൊടിയൂരിലെ 3 വാർഡുകളിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ കുഴൽക്കിണർ നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. കായംകുളത്ത് UDF നേതൃസംഗമം. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു നേതൃസംഗമം. ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. BJPയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രതിഷേധം. ചിന്നക്കടയിൽ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ നിർമ്മിച്ച കുഴൽ കിണറിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. MLA ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് കുഴൽ കിണർ നിർമ്മിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 19-ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 18, 19, 20 വാർഡുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിട്ടിരുന്നത്. CR മഹേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 19,06,000 രൂപ വിനിയോഗിച്ചാണ് പുതിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. CR മഹേഷ് MLA പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. തൊടിയൂർ പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തുമാണ് നമ്മുടെ ആ കുന്നത്തൂർ കരുനാഗപ്പള്ളി സംയുക്ത കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടുത്തി. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതുവരെ ഇതൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ, നമുക്കറിയാം, ഒരു ഫണ്ട് അനുവദിക്കുന്നതല്ല പ്രശ്നം. അനുവദിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഫണ്ടങ്ങ് അനുവദിക്കാം, അല്ലെങ്കിൽ MLAക്ക് വേണമെങ്കിൽ എഴുതി കൊടുത്ത് ഫണ്ട് അനുവദിക്കാം. പക്ഷേ ആ ഫണ്ട് പേപ്പറിലാണ്. പിന്നീട് അത് പ്രവൃത്തി പദത്തിൽ എത്ര വർഷത്തിന് മുമ്പ് അനുവദിച്ച MLA ഫണ്ട് നിർമ്മിച്ച് ഉപയോഗപ്പെടുത്തി നടത്തുന്ന ഈ കുഴൽക്കിണർ വെള്ളം വരുന്ന ഇപ്പോഴാണ്. അപ്പോൾ അത്രയും കാലതാമസമുണ്ട്. അപ്പോൾ പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതല്ല, അത് പൂർത്തീകരിക്കുന്നതാണ് എടുക്കുന്ന താമസം. ഈ പൂർത്തീകരണത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കും. എന്തൊക്കെ പരാതി നമ്മൾ പറഞ്ഞാലും ശരി, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് വളരെ ആത്മാർത്ഥമായി ഈ പ്രവർത്തനം ഇപ്പോഴെങ്കിലും നടത്തുവാൻ ഇത് ചെയ്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഗ്രാമപഞ്ചായത്ത് 2.6 ലക്ഷം രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് കുടിവെള്ള പ്രശ്നത്തിന് ഈ മേഖലയിൽ പരിഹാരം കാണാനായത്. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനുള്ള വലിയ വാഹനം കടന്നുപോകാൻ സൗകര്യമില്ലാത്തതിനാൽ സമീപവാസികൾ അവരുടെ വസ്തുവിൽ നിന്നിരുന്ന മതിൽ പൊളിച്ചു നീക്കം ചെയ്താണ് വാഹനം കടന്നുവരാനുള്ള സൗകര്യം ലഭ്യമാക്കിയത്. കുഴൽക്കിണറും പമ്പ് ഹൗസും സ്ഥാപിച്ചത് വെറ്റമുക്ക് താമരക്കുളം റോഡിലെ ചാമ്പക്കടവ് ഡ്രൈവർമുക്ക് റോഡിന്റെ ഭാഗത്താണ്. കിഴക്കുഭാഗത്തുള്ള വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി റോഡ് ക്രോസ് ചെയ്ത പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതിനാൽ CR മഹേഷ് MLA ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും KRFB ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കുകയും ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡ് റീസ്റ്റോറേഷൻ ചാർജ് അടയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. പൈപ്പ് സ്ഥാപിച്ച ജലവിതരണ ലൈനിൽ കണക്ഷൻ നൽകിയാണ് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദ്ദാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് ശശാങ്കൻ, ശോഭ സരസൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജഗത, അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി C രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറെ കാലം കൊണ്ട് ഈ നാട്ടിലെ ജനത ആഗ്രഹിച്ച ഒരു സംവിധാനം ഇനി അങ്ങോട്ട് കുടിവെള്ളം കിട്ടാതെ വരൾച്ച സമയങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോഴേ വിളി തുടങ്ങി, പലയിടത്തും കുടിവെള്ളം ഇല്ല എന്നുള്ള വിളി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ് ഏതായാലും ഒരു ഘട്ടം എന്നുവെച്ചാൽ ഒരു ഭാഗം ഈ കുടിവെള്ളത്തിന് മോചനം നേടി എന്നുള്ളൊരു അതിയായ സന്തോഷമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് MLAയുടെ ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടെ വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അതിന് നേതൃത്വ പഞ്ചായത്ത് കമ്മിറ്റി ഒക്കെ അതിന് തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളത് വസ്തുതയാണ്. വസ്തുത അല്ലെന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. അതുകൊണ്ട് ഈ സംരംഭം ഏതായാലും വിജയിപ്പിച്ച് അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിയത് നല്ല കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF നേതൃസംഗമം കായംകുളത്ത് നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടാണ് നേതൃസംഗമം നടത്തിയത്. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് KC ജോസഫ് പറഞ്ഞു.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടാണ് കായംകുളത്ത് UDFന്റെ നേതൃസംഗമം നടത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കൊള്ള തേച്ചുമായ്ച്ചു കളഞ്ഞ് സ്വന്തം സഖാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് KC ജോസഫ് കുറ്റപ്പെടുത്തി. നമുക്ക് മുൻതൂക്കം ലഭിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഈ അസംബ്ലി ലിമിറ്റിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വന്നപ്പോൾ നമ്മളെ 5000 വോട്ട് കുറയും. 5000 വോട്ട് വലിയ വ്യത്യാസമല്ല. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ശ്രമങ്ങൾ, ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളുടെ ശ്രമങ്ങൾ കായംകുളം നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള UDF പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാകണം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അതിന് കഴിയണമെങ്കിൽ UDF ശക്തമാകണം, UDFന്റെ കൂട്ടായ്മ ഉണ്ടാകണം, മണ്ഡലം തലങ്ങളിൽ UDF സജീവമാകണം. ഓരോ പഞ്ചായത്തിലെയും പരാജയം വിലയിരുത്തി മുമ്പോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടായാൽ, പരിശ്രമങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് ജയിക്കാൻ സാധിക്കില്ല, സംശയമില്ല. അതിന്റെ മുന്നൊരുക്കമാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ പ്രചാരണത്തിന്റെ മുന്നൊരുക്കമാണ് പ്രതിപക്ഷ നയിക്കുന്ന പുതിയുഗ യാത്ര. നമുക്കുള്ള ബുദ്ധിമുട്ട് ഇവിടെ യാത്ര വരുന്നത് 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നിയോജകമണ്ഡലം ചെയർമാൻ A. ഇർഷാദ് അധ്യക്ഷത വഹിച്ചു. E. സമീർ, KP ശ്രീകുമാർ, കറ്റാരം ഷാജി, NDV, B. രാജശേഖരൻ, തോമസ് മാത്തുണ്ണി, A. നിസാർ, U. മുഹമ്മദ്, AM കബീർ, T. സൈനുലാബുദ്ദീൻ, ചിറപ്പുറത്ത് മുരളി, സിയാദ് വലിയ വീട്ടിൽ, വിശ്വരൂപൻ, രാജേന്ദ്രപ്രസാദ് എന്നിവർ പങ്കെടുത്തു. വലിയ പങ്കാളിത്തത്തോടെ വരവേൽപ്പ് നൽകുന്നതിനപ്പുറമായി ഈ യാത്രയുടെ സന്ദേശം ഈ നിയോജകമണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുന്ന തരത്തിൽ, വികേന്ദ്രീകരിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെ ഈ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകാനുള്ള പ്രവർത്തനമാണ് നമ്മൾ മുന്നോട്ട് പോവുകയും ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, ജാഥയുടെ പേര് തന്നെ പുതുയുഗ യാത്ര എന്നാണ്. 10 വർഷക്കാലമായി കേരളത്തിൽ അഴിമതിയും ഭരണപരാജയവും കൊണ്ട് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ജനദ്രോഹത്തിന്റെ നേർക്കാഴ്ചയായി മാറിയ ഒരു ഗവൺമെന്റ് ദുരിതത്തിൽ നിന്നും ഒരു നാടിനെ രക്ഷിക്കുവാനും ഒരു പുതുകാലഘട്ടത്തിലേക്ക് ഈ നാടിനെ നയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ വേണു മാധവനെ ആദരിച്ചു. കേരള കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ആദരവ് ഒരുക്കിയത്. അർബുദത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇരട്ട സ്വർണം നേടിയത്. അർബുദം സൃഷ്ടിച്ച പ്രതിസന്ധികളെ അചഞ്ചലമായ മനോബലത്തോടെ മറികടന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിയ കുണ്ടറ സ്വദേശി വേണു മാധവനെയാണ് ആദരിച്ചത്. കേരള കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. കഴിഞ്ഞ ഒക്ടോബർ 25-26 തീയതികളിൽ മുംബൈയിൽ നടന്ന അഖില ഭാരതീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 422.5 കിലോഗ്രാം ഭാരം ഉയർത്തി തുടർച്ചയായ 3-ാം തവണയും ഇരട്ട സ്വർണം നേടിയതോടെയാണ് വേണു മാധവൻ ദേശീയതലത്തിൽ ശ്രദ്ധേയനായത്. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി വേണു മാധവന് ഉപഹാരം സമ്മാനിച്ചു. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ല, വന്നു ഇതൊക്കെ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിനൊക്കെ ശരിക്കും സഹായിച്ചതിനകത്തൊന്ന് നിങ്ങളുടെ ശിവ സാർ ഉണ്ടായിരുന്നു, മറ്റേ ജേക്കബ് സാറിൻ്റെ മോൻ്റെ ഒരു ചെറിയ സഹായം കിട്ടിയിട്ടുണ്ട്. മാണി സാറിൻ്റെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷനിലാണ് എനിക്ക് ഇത് എന്താ പറയുക കാരുണ്യ പദ്ധതി 2013-14 എനിക്കിത് സാറ് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ടാണ് എനിക്ക് അതുകൊണ്ട് കേരള കോൺഗ്രസ്സിൽ ഇപ്പം ഞാൻ സാറ് ഹാൻഡിൽ ചെയ്യുന്ന രീതി അത് വളരെ അല്ല നമുക്ക് എപ്പോഴും ഒരു ആവശ്യമാണ്. എന്നുവെച്ചാൽ ഇത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആരും ഇങ്ങനെ പിറകോട്ട് പേടിച്ച് പോകാൻ. യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ അലക്സ്, ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത സുരേഷ്, കേരള കോൺഗ്രസ് ഭാരവാഹികളായ അനിൽ പനിക്കവിള, ദാസ് കൊറ്റങ്കര, ലിജു വിജയൻ, ജെ സെബാസ്റ്റ്യൻ, സന്തോഷ് കുറുപ്പ്, സാന്റോ കാഞ്ഞിരക്കോട്, അനസ് കരിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. ശാസ്താംകോട്ടയിലാണ് സമ്മേളനം നടത്തിയത്. ഓയിൽ പാം ചെയർമാൻ R. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കൊല്ലം ജില്ലാ സമ്മേളനം ശാസ്താംകോട്ട ജെമിനി ഹൈറ്റ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം ഓയിൽ പാം ചെയർമാൻ R. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായുടെ ചേർന്നുള്ള കൂട്ടുകെട്ട് നടത്തുന്ന ഏകാധിപത്യ ഭരണത്തിൽ ഏതാണ്ട് 12 വർഷം പൂർത്തിയായി. രാജ്യത്തിന്റെ നാളിതുവരെയുള്ള എല്ലാ ചരിത്രത്തെയും വളച്ചൊടിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ
മാറ്റിപ്പണിയാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള ഒരു ഭരണമാണ് ഇത്. നിങ്ങളുടെ ജീവിക്കുന്നതിനൊരു സാമാന്യ വിദ്യാഭ്യാസമുള്ളവർ ആ വിദ്യാഭ്യാസത്തിനപ്പുറം കഴിഞ്ഞ കാലത്തെ സർവീസ് ജീവിതത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ളവരാണ് മഹാഭൂരിപക്ഷവും. CG ഗോപകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എസ് ഉഷ രക്തസാക്ഷി പ്രമേയവും രാജേന്ദ്രൻ വിളിയം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. കെ ശിവശങ്കരൻ നായർ, RS അനിൽ, AG രാധാകൃഷ്ണൻ, KB അനു, K സജീവ, KB ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. LDF ചവറ മണ്ഡലം പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആണ് ജാഥ നയിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായാണ് മണ്ഡലം പ്രചാരണ ജാഥ നടത്തുന്നത്. LDF സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ചവറ നിയമസഭാ മണ്ഡലം പ്രചാരണ ജാഥയ്ക്കാണ് തുടക്കമായത്. LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല ജാഥയ്ക്ക് മുന്നോടിയായാണ് ചവറ മണ്ഡലത്തിലും പ്രചാരണ ജാഥ ആരംഭിച്ചത്. തെക്കുംഭാഗം നടക്കാവിൽ ജാഥയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. സൂക്ഷ്മാർത്ഥത്തിൽ അറിവ് ചർച്ച ചെയ്താൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുകയല്ല. ഞാൻ ഇപ്പം ജാഥയുടെ ഉദ്ഘാടനമായതുകൊണ്ട് അതിന്റെ ദീർഘമായ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തു പോവുകയല്ല. പക്ഷെ UDF ഇപ്പം ജാഥ നടത്തുന്നത് ഏതോ പുതുയുഗ യാത്രയാണ് സതീശൻ നടത്തുന്നത്. പുതുയുഗ യാത്ര എന്ന് വെച്ചാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാനുള്ള യുഗത്തിന്റെ യാത്രയാണ്. അതിന് ഇപ്പം ജാഥ പ്രത്യേകിച്ച് നടത്തിയിട്ട് ഈ പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് സതീശൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ സതീശന് അറിയാൻ ഇതല്ല. അവർ പറയുന്ന തെറ്റുകൾ അവർക്കറിയാം, പക്ഷെ അവർക്കത് പറയാതെ നിവൃത്തിയില്ല. കേരളത്തിൽ ഈ ഒരുപാട് തെറ്റുകളുടെ ഒരു പെരുവെള്ളപ്പാച്ചിലുണ്ടാക്കി മനുഷ്യനെ അതിൽ മുക്കി ശ്വാസം മുട്ടിച്ച് വോട്ട് നേടാം എന്നൊരു ധാരണ UDFനുണ്ട്. അപ്പൊ അതിനാണ് LDF മനുഷ്യനോട്, നിങ്ങളോട് സത്യം LDF പറയുകയല്ല, നിങ്ങൾ സത്യം അന്വേഷിക്കുക. അതിന് സഹായിക്കുകയാണ് സുജിത്ത് ചെയ്യുന്നത്, അതിന് സഹായിക്കുകയാണ് സ്റ്റേറ്റ് ജാഥ ചെയ്യുന്നത്, അതിന് സഹായിക്കുകയാണ് LDF നേതാക്കന്മാർ ചെയ്യുന്നത്. ഫെബ്രുവരി 8-ന് വടക്കുംതല കൊല്ലക കോളനിക്ക് സമീപമാണ് പ്രചാരണ ജാഥ സമാപിക്കുക. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ആണ് ജാഥ നയിക്കുന്നത്. സർക്കാരിന്റെ പേര് ഇടതുപക്ഷ സർക്കാരാണെന്നുള്ളത് കൂടുതൽ അഭിമാനം നമ്മൾ ഓരോ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഉണ്ടാകണം. ഇതാണ് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും വീട് എന്നൊരു സങ്കല്പം അത് ഏറ്റവും വലിയ വികസിത രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകൾ പോലും ഏറ്റെടുക്കുവാൻ തയ്യാറാവാത്തതാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രത്യേകത എന്താണ്? ഒരു മധ്യവർഗ വ്യക്തിത്വങ്ങളാണെങ്കിൽ അവർ ജനിക്കുന്നതും വാടക വീട്ടിൽ, ജീവിക്കുന്നതും വാടക വീട്ടിൽ, മരിക്കുന്നതും വാടക വീട്ടിൽ. ഏതാണ്ട് ഭൂരിപക്ഷം പേരുടെ അവസ്ഥ അത് തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീട് എന്നൊന്നും അവർ സങ്കല്പിക്കാറേയില്ല. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. 5 ലക്ഷം പേർക്ക് വീട് നൽകി ഈ സർക്കാർ അവസാനിക്കുമ്പോൾ 5.25 ലക്ഷം പേർക്ക് വീട് നൽകുന്ന ഒരു സംസ്ഥാനമായി മാറും. പിന്നുള്ളവരുടെയും വീട്, പാർപ്പിടം, സ്വന്തമായിട്ട് അടച്ചുറപ്പുള്ളൊരു പാർപ്പിടം എന്നുള്ളൊരു സങ്കല്പത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചവറ മണ്ഡലത്തിൽ തന്നെ അത്തരത്തിൽ ഈ ഭാഗങ്ങളെല്ലാം കൊണ്ട് 1200ഓളം ലൈഫ് മിഷൻ വഴിയുള്ള വീടുകൾ നൽകിക്കഴിഞ്ഞു. പുനർഗേഹം വഴി പിന്നെയും വീട് നൽകിക്കഴിഞ്ഞു. തെക്കുംഭാഗത്ത് 4, തേവലക്കരയിൽ 7, ശക്തികുളങ്ങരയിൽ 7, നീണ്ടകരയിൽ 5, ചവറയിൽ 5, പന്മനയിൽ 7 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ നൽകിയില്ലെന്ന് ആക്ഷേപം. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിന്നക്കടയിൽ BJP പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനാവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്ന സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനെതിരെയാണ് BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ചിന്നക്കട ബസ് ബേയിൽ BJP പ്രവർത്തകർ വീണ ജോർജിന്റെ കോലം കത്തിച്ചു.
പ്രതിഷേധം BJP കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിന്റെ കാരണം ആരോഗ്യമന്ത്രി പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ പുനരാരംഭിക്കുന്ന പ്രക്രിയ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ തീരുമാനമുണ്ടായത്. ഇതിനെതിരെ കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയില്ല. ഇവിടെ എന്താണ് പറഞ്ഞത്? ബഹുമാന്യയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ, കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാജി കഴിഞ്ഞ ഞായറാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് വാതോരാതെ ഇവിടെ ഇടതും വലതും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ആ എയിംസ് എന്ന് പറഞ്ഞ് എയിംസ് ആണ് കേരളത്തിൽ വേണ്ടതെന്ന് എന്ന നിലയിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ എയിംസ് കേരളത്തിൽ അനുവദിച്ചില്ല എന്ന നിലയിലുള്ള കുപ്രചരണം നിങ്ങൾ നടത്തി. ആ കുപ്രചരണം നടത്തുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, എയിംസ് അനുവദിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം വേണം. കേന്ദ്ര മെഡിക്കൽ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള എത്ര ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എയിംസ് അനുവദിക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി അതിന്റെ ഡീറ്റെയിൽസ് കേന്ദ്രത്തിന് സമർപ്പിക്കണം. അങ്ങനെ ഒരു സമർപ്പിതമായ പ്രവർത്തനവും നടത്തിയിട്ടില്ല. അത് നടത്താതിരുന്നുകൊണ്ട് ഈ ബഡ്ജറ്റിൽ എയിംസ് അനുവദിക്കാൻ കഴിയില്ല. BJPയുടെ പ്രഖ്യാപിതമായ നയമാണ് കേരളത്തിലെ എയിംസ്. ജില്ലാ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കുളത്തൂപ്പുഴ പൂമ്പാറ സ്വദേശി മനോജാണ് പിടിയിലായത്. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് ഇയാൾ അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിയെയാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത്. കുളത്തൂപ്പുഴ പൂമ്പാറ സ്വദേശി 47-കാരനായ മനോജിനെയാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത്. ഭാര്യ ശോഭനയെ ഇയാൾക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കും മുഖത്തും വെട്ടിയത്. വെട്ടേറ്റ ശോഭന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരാതിയിലാണ് കുളത്തൂപ്പുഴ പോലീസ് ഭർത്താവായ മനോജിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നേരത്തെ കൊലപാതക കുറ്റത്തിന് ജയിലിലായിരുന്നു. നിലവിൽ ജാമ്യത്തിൽ കഴിഞ്ഞു വരുമ്പോഴാണ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കരുനാഗപ്പള്ളി പാറ്റൊലിത്തോട് നവീകരണം പൂർത്തിയായി. 5.65 കോടി രൂപയുടെ നവീകരണമാണ് നടപ്പാക്കുന്നത്. ജലസേചന സൗകര്യം ഉറപ്പാക്കിയും വെള്ളക്കെട്ട് ഒഴിവാക്കിയുമാണ് നവീകരണം നടപ്പാക്കിയത്. ഈ മാസം 16-ന് നവീകരിച്ച തോട് നാടിന് സമർപ്പിക്കും. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓച്ചിറ മുതൽ കന്നേറ്റിക്കായൽ വരെ നീണ്ടുകിടക്കുന്ന പാറ്റോലിത്തോട് നവീകരണത്തിന് 5.65 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതമായി നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്ന് 536.75 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായി 28.25 ലക്ഷം രൂപയും ഉൾപ്പെടെ 5.65 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടപ്പാക്കിയത്. കാർഷിക ഉപയോഗത്തിനായി ജലസേചന സൗകര്യം ഉറപ്പാക്കുന്നതിനായും പാറ്റോലിത്തോടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പാക്കിയത്. നിരന്തരമായി നബാർഡ് അധികൃതരോട് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചതെന്ന് CR മഹേഷ് MLA പറഞ്ഞു. 4 വില്ലേജുകളിലായി പാറ്റോലിത്തോടിന്റെ സംരക്ഷണ ഭിത്തിയില്ലാത്ത വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും ജലനിർഗമനം സുഗമമാക്കുന്നതിനും പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സാധിച്ചതായും MLA പറഞ്ഞു. പാറ്റൊലിത്തോടിന്റെ സമീപത്ത് താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് പൂർത്തീകരിച്ചത്. ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ മാസം 16-ന് നവീകരിച്ച പാറ്റൊലിത്തോട് നാടിന് സമർപ്പിക്കും. CR മഹേഷ് MLA സമർപ്പണ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 2 ആഴ്ച. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പൂട്ടി ജീവനക്കാരെ തടഞ്ഞുവെച്ച് പ്രതിഷേധം. വിളക്കുടി മഞ്ഞമൺകാലയിലെ ജലശുദ്ധീകരണശാലയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പൂട്ടിയത്. ആ വാർഡിലോ ഈ പഞ്ചായത്തിലോ പോലും വെള്ളം വരുന്നില്ല. അപ്പൊ ഇതെന്തിനാ ഇത് പ്രവർത്തിപ്പിക്കുന്നത്? ഇതിനകത്ത് എന്തിനാ ആളുകൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് വെച്ച ഒരു വണ്ടി ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. എന്തിനിറങ്ങിപ്പോയി അന്നേരം? അപ്പൊ ഇത് വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ നാട്ടുകാർ ഇതങ്ങ് പൂട്ടാൻ പോകും. ഇതിലൊരു തീരുമാനമാക്കുക. ആരെയാണെന്ന് വെച്ചാൽ വിളിക്കും. ഞങ്ങൾ പൂട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂട്ടിയിട്ടുണ്ട്. ഇതിൽ തീരുമാനമാക്കുക. ഇവിടെ വെള്ളമില്ല, പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലെ പറയുന്നുണ്ട് ഇത് പൂട്ടാൻ. 2 ആഴ്ചയായി കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഗേറ്റ് പൂട്ടി ജീവനക്കാരെ തടഞ്ഞുവെച്ച് പ്രതിഷേധം. വിളക്കുടി പഞ്ചായത്തിലെ മഞ്ഞമൺകാല ഭാഗത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് മഞ്ഞമൺകാല വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉപരോധിച്ചത്. ഞങ്ങൾ 6 മണി തൊട്ട് ഇവിടെ ഉണ്ട്. 5:30 മുതൽ ഇവിടെ ഉണ്ട്. മനസ്സിലായോ?
വീട്ടിൽ പോകണ്ട, ഇവിടെ വെള്ളം കുടിക്കാൻ നിൽക്കുമല്ലേ? അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടാ. എടാ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ബുദ്ധിമുട്ടണം. അപ്പോഴേ ഇവിടെ കാര്യം നടക്കത്തുള്ളൂ. നിങ്ങൾ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ ബന്ധപ്പെട്ടവർ അറിയണം. പറഞ്ഞു പമ്പിങ് വേണ്ട, പമ്പിങ് ഉള്ളപ്പോ ഞങ്ങൾ വന്നു. ഇനി ഞങ്ങൾ ഈ പമ്പിങ് ഉള്ള സമയം നോക്കി വന്ന് വരാൻ പറ്റും? അലാറം വെച്ച് വരാൻ എന്നാ പിന്നെ അപ്പൊ വിളക്കുടി പഞ്ചായത്തിനകത്ത് ഇത് വെച്ചിട്ട് വെട്ടിക്കവലയ്ക്കും മേലേക്കും വെള്ളം കൊടുക്കാനാണ് ഇത് വേണ്ട. ഇവിടെ പ്രവർത്തിക്കണ്ട, ഇത് തീരുമാനം ഉണ്ടാക്കണം. അതാ പറഞ്ഞത്. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ തടഞ്ഞിട്ട് എന്തിനാ? വെട്ടിക്കവല വെള്ളം കൊടുക്കുന്നതിന് ഞങ്ങൾ എന്തിനാ? പ്രതിഷേധത്തിനിടെ വാട്ടർ അതോറിറ്റിയുടെ വാഹനം തടയാൻ ശ്രമിച്ചത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. പ്ലാന്റിന് സമീപം തടയാൻ ശ്രമിച്ചപ്പോൾ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയും തുടർന്ന് ഇളമ്പൽ ഭാഗത്ത് വെച്ച് വീണ്ടും തടയാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധക്കാരെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വാഹനം പാഞ്ഞുപോയതായും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് മെമ്പർ അഖിൽ കൃഷ്ണ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ ഗേറ്റ് വഴി ഒരു വാഹനം KWA എന്ന് ഒട്ടിച്ച ഒരു വാഹനം പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് ഈ വാഹനം ഒന്ന് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ വാഹനം നിർത്തിയില്ല എന്ന് മാത്രമല്ല വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു പോയി. ഞങ്ങൾ ആ വണ്ടിയുടെ പുറകെ പോയപ്പോൾ അദ്ദേഹം വാഹനം ഓടിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം വാഹനം ഓടിച്ചത്. ഇളമ്പൽ ഭാഗത്ത് വെച്ച് ഞങ്ങൾ ഈ വണ്ടി തടയാൻ ശ്രമിച്ച സമയത്ത് സിനിമയിൽ കാണുന്നത് പോലെ വളരെ അപകടകരമായ രീതിയിൽ ഞങ്ങളുടെ ദേഹത്തോടെ വണ്ടി കയറ്റുന്ന രീതിയിൽ ഓടിച്ചു പോവുകയാണ് ചെയ്തത്. ബുധനാഴ്ച നടന്ന ഉപരോധത്തിൽ പോലീസുമായി നടന്ന ചർച്ചയെ തുടർന്ന് വ്യാഴാഴ്ച പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്ന് സമരക്കാരെ അറിയിച്ചിരുന്നു. എന്നാൽ തുടർന്നും ഫലം ഉണ്ടാക്കാത്തതിനെ തുടർന്നാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ പൂട്ടിയിട്ട് ഓഫീസ് ഉപരോധിച്ചത്. ജീവനക്കാരെ ഉള്ളിലാക്കി ഗേറ്റിന് മുന്നിൽ നാട്ടുകാർ നിലയുറപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയും ഒടുവിൽ പുനലൂർ SI അനീഷ് എത്തി വാട്ടർ അതോറിറ്റി AEയുമായി നടത്തിയ ചർച്ചയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതുവരെ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. മഞ്ഞമൺകാല വാർഡ് മെമ്പർ അഖിൽ കൃഷ്ണ, എലിക്കോട് വാർഡ് മെമ്പർ ആനി ഷിബു എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ഞമൺകാല ബ്രാഞ്ച് സെക്രട്ടറി സോമരാജൻ, പ്രമോദസ് പിള്ള, ജ്യോതിലക്ഷ്മി, പൗരസമിതി പ്രവർത്തകരും നാട്ടുകാരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടിയൂരിലെ 3 വാർഡുകളിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ കുഴൽക്കിണർ നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഇടതുമുന്നണി സർക്കാരിന്റെ അന്ത്യം കുറിക്കലാകും നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് നേതാവ് KC ജോസഫ്. കായംകുളത്ത് UDF നേതൃസംഗമം. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു നേതൃസംഗമം. ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. BJPയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രതിഷേധം. ചിന്നക്കടയിൽ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.